നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. പനിക്കാലമാണ്. പലതരം പനികൾ പടർന്നു പിടിക്കുന്നു. ഡെങ്കി, എലിപ്പനി, ഫ്ലൂ തുടങ്ങിയവ കൂടി വരുന്ന സാഹചര്യമാണുള്ളത്. പകർച്ചപ്പനികളെ എങ്ങനെ നേരിടാം എന്നതിനെ കുറിച്ച് തന്നെയാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഇൻഫെഷ്യസ് ഡിസീസസ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നെറ്റോ മുണ്ടാടനാണ് നമുക്കൊപ്പം ചേരുന്നത്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഇപ്പോൾ പകർച്ചപ്പനികൾ പടർന്നു പിടിക്കുന്നത് നമുക്ക് പൊതുവെ കാണാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇവയെ എങ്ങനെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കും? പകർച്ചപ്പനികളിൽ നമുക്ക് പ്രധാനമായും 3 തരത്തിലാണ് പകർച്ചപ്പനികൾ വരുന്നത്. അതിലൊന്ന് നമ്മുടെ ശ്വാസകോശ സംബന്ധമായ പകർച്ചപ്പനികൾ, അതായത് ഇൻഫ്ലുവൻസ, അതുപോലെ റെസ്പിറേറ്ററി സിൻസിഷ്യൽ വൈറസ് അല്ലെങ്കിൽ RSV വൈറസ്, പിന്നെ കോവിഡ്, നമുക്കെല്ലാം പരിചയമുള്ള കോവിഡ് വൈറസ്. ഇത് ശ്വാസകോശ സംബന്ധമായിട്ട് നമുക്ക് പകർച്ച വരുന്ന അസുഖങ്ങൾ. അടുത്തതായി നമുക്ക് വെക്ടർ ബോൺ ഡിസീസസ്, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ജീവജാലം വഴിക്ക് വരുന്ന അസുഖങ്ങൾ, അതായത് കൊതുക് പരത്തുന്ന രോഗങ്ങൾ അല്ലെങ്കിൽ എലി വഴിക്ക് വരുന്ന രോഗങ്ങൾ. അപ്പോൾ അതിൽ നമുക്ക് സാധാരണ വരുന്നത് ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, എലിപ്പനി, ചെള്ളുപനി, ഇങ്ങനെയുള്ള വെക്ടർ ബോൺ ഡിസീസുകളാണ് രണ്ടാമത്തെ തരം. മൂന്നാമത്തെ തരം പകർച്ചപ്പനി നമുക്ക് സാധാരണയായി കണ്ടുവരാറുള്ളത് മഞ്ഞപ്പിത്ത രോഗങ്ങൾ, അതുപോലെ ഷിഗല്ല പോലുള്ള ഭക്ഷ്യവിഷബാധ. ഇത് മൂന്നുമാണ് നമ്മുടെ പ്രധാന പകർച്ചപ്പനികൾ. ഇതിൽ ഓരോന്നിനെയും പ്രതിരോധിക്കാനായി വ്യത്യസ്തമായ രീതികളാണുള്ളത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കിപ്പോ ഈ വെക്ടർ ബോൺ ഡിസീസുകൾ, അതായത് ഡെങ്കിപ്പനി, എലിപ്പനി എന്നിവയെല്ലാം ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ എന്നിവയെല്ലാം പ്രതിരോധിക്കാനായി സാധാരണ നമുക്ക് കൊതുക് നിർമ്മാർജ്ജനമാണ് ഇതിന്റെ പ്രധാന രീതി. അതുപോലെ നമ്മൾ പരമാവധി കൊതുക് കടി ഏൽക്കാതിരിക്കാനുള്ള പ്രൊട്ടക്ഷൻ, മോസ്കിറ്റോ റിപ്പല്ലൻസ് മുതലായ കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് വഴിക്ക് നമുക്ക് ഡെങ്കിപ്പനിയുടെയും ചിക്കൻ ഗുനിയ പോലെയുള്ള പനികളുടെയും അളവ് കുറയ്ക്കാനായിട്ട് സാധിക്കും. എലിപ്പനി പ്രധാനമായിട്ടും ഈ എലികളുടെ വിസർജ്യം, മൂത്രമെല്ലാം വെള്ളത്തിൽ മാലിന്യം പോലെ കലർന്ന ശേഷമാണ് ആ തരം വെള്ളങ്ങളിലൂടെ നമ്മൾ നടക്കുമ്പോഴാണ് നമുക്ക് എലിപ്പനി വരുന്നത്. അപ്പോൾ അത് കർഷകർ മുതലായവർ, കൂടുതലും ഇത്തരത്തിലുള്ള പാടങ്ങൾ, കൃഷിസ്ഥലങ്ങളൊക്കെയായി സമ്പർക്കമുള്ളവർ അധികവും വലിയ തരത്തിലുള്ള ഗംബൂട്ട്സ് പോലുള്ള ഷൂസ് ധരിക്കുക, അതല്ലെങ്കിൽ കൃത്യമായി കാലുകൾ കവർ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്താൽ നമുക്ക് എലിപ്പനി പോലുള്ള അസുഖങ്ങൾ പ്രതിരോധിക്കാൻ സാധിക്കും. ചെള്ളുപനിയും ഏകദേശം ഇതേ രീതിയിൽ തന്നെ. നമ്മളുടെ ലക്ഷ്യം ചെള്ള് കടി ഏൽക്കാതിരുന്നാൽ ചെള്ളുപനി വരില്ല എന്നതാണ് അതിൻ്റെ ഇതായിട്ടുള്ള ലോജിക്. മൂന്നാമതായി വരുന്നത് ഭക്ഷ്യവിഷബാധയാണ്. ഭക്ഷ്യവിഷബാധ, ഷിഗല്ല പോലുള്ളതിന് നമ്മൾ ഷിഗല്ല, അതുപോലെ വളരെ സാധാരണയായി നമുക്ക് കേരളത്തിൽ കാണപ്പെടുന്ന ഈ വർഷം മഞ്ഞപ്പിത്ത രോഗങ്ങളാണ്. ഇതിനെ പ്രതിരോധിക്കാനായി എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിക്കുക. ഈവൻ നമ്മൾ ഐസ് ഉപയോഗിച്ചുള്ള സാധനങ്ങൾ ഉണ്ടാക്കുമ്പോഴും അതിനുണ്ടാക്കുന്ന ഐസ് പോലും തിളപ്പിച്ചാറിയ വെള്ളത്തിൽ വേണം പിന്നീട് ആ ഐസ് ഉണ്ടാക്കാൻ എന്നാണ് പറയുന്നത്. ഇതുകൂടാതെ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും ശേഷവും, ടോയ്ലറ്റ് ഉപയോഗിച്ച ശേഷവും വൃത്തിയായി സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകണം. ഈ 3 രീതികളിലുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിച്ചാൽ നമുക്ക് ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള പകർച്ചപ്പനികളെ പ്രതിരോധിക്കാനാവും. ഡോക്ടർ ഇപ്പൊ പറഞ്ഞല്ലോ, എലിപ്പനി, അതുപോലെ തന്നെ ചെള്ളുപനി, ഈ തുടങ്ങിയ രോഗങ്ങൾക്കൊക്കെ വാക്സിൻ ലഭ്യമാണോ? എലിപ്പനിക്കും ചെള്ളുപനിക്കും നിലവിൽ നമ്മുടെ നാട്ടിൽ വാക്സിൻ ഒന്നും അവൈലബിൾ അല്ല. ഇതിനെ കുറിച്ചുള്ള പഠനങ്ങൾ നടക്കുന്നതേ ഉള്ളൂ. നമുക്ക് ആകെ കുറച്ചെങ്കിലും ഒരു വാക്സിൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാവുന്നത് ഡെങ്കിപ്പനിക്കും ചിക്കൻ ഗുനിയയ്ക്കുമാണ്. എങ്കിലും ഈ വാക്സിനുകളും നമുക്ക് ഇന്ത്യയിൽ വ്യാപകമായ തോതിൽ ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല. 1-2 കേന്ദ്രങ്ങളിൽ മാത്രം ട്രയൽ ബേസിസിലാണ് നമുക്കിത് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുള്ളത്. മേ ബി ഒരു 4-5 വർഷത്തിനകത്ത് നമുക്കെല്ലാം ഡെങ്കിപ്പനി പോലുള്ളതിന് വാക്സിൻ വന്നേക്കും. എങ്കിലും ചെള്ളുപനി, എലിപ്പനിക്ക് വാക്സിൻ നിലവിൽ ലഭ്യമല്ല. അതുപോലെ തന്നെ ഡോക്ടർ, ഈ വൈറൽ പനികൾ, ഡെങ്കിപ്പനി, എലിപ്പനി, ഫ്ലൂ, ഇവയെക്കുറിച്ചൊക്കെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി, അതായത് പ്രതിരോധം, അവയുടെ ലക്ഷണം, ചികിത്സ, ഇവയെല്ലാം അറിയേണ്ടതുണ്ട് കൂടുതലായിട്ട്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? തീർച്ചയായും. നമുക്ക് ഈ തരത്തിൽപ്പെട്ട അസുഖങ്ങൾ നമുക്ക് എങ്ങനെയാണ് ഈ അസുഖങ്ങളെല്ലാം നമുക്ക് ബാധിക്കുന്നത് എന്നതിനെ കുറിച്ച് കുറച്ച് അറിവ് നമുക്കുണ്ടെങ്കിൽ ഇത്തരത്തിൽ അസുഖങ്ങൾ നമുക്ക് പ്രിവെന്റ് ചെയ്യാനാവും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഡെങ്കിപ്പനി പരത്തുന്നത് എല്ലാവർക്കും അറിയുന്ന പോലെ ഈഡിസ് വിഭാഗത്തിൽപ്പെട്ട കൊതുകുകളാണ്. അപ്പോൾ ഈ ഈഡിസ് കൊതുകുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇത് ഒരു 150 മീറ്ററിലധികം സാധാരണഗതിയിൽ ഇത് സഞ്ചരിക്കാറില്ല. അപ്പൊ 150 മീറ്റർ എന്ന് പറഞ്ഞാൽ മേ ബി നമുക്ക് കുറച്ച് പറമ്പൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മുടെ ആ പറമ്പിൽ നിന്ന് തന്നെ പെറ്റുപെരുകിയിട്ട് നമ്മുടെ വീടിനകത്തേക്ക് കടക്കുന്ന കൊതുകുകളായിരിക്കാം. അതല്ലാതെ നമ്മൾ ഒരുപാട് ദൂരങ്ങളിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ഈ ഡെങ്കിപ്പനി പരത്തുന്ന കൊതുകുകളുടെ
കൊതുകുകൾ നമ്മളെ എഫക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചെറുതായിട്ടുള്ള ജലം കെട്ടിക്കിടക്കുന്ന സാധനങ്ങൾ, അതായത് ചിരട്ടകൾ, അതുപോലെ ടയറുകൾ, അതല്ലെങ്കിൽ വീടിന് പുറത്ത് അലക്ഷ്യമായി കിടക്കുന്ന പാത്രങ്ങൾ, ഇതിലെല്ലാം കിടക്കുന്ന ഇത്തരത്തിലുള്ള ജലത്തിന്റെ ഈ സ്രോതസ് കളക്ഷനുകളിലാണ്, ചെറിയ കളക്ഷനുകളിലാണ് ഡെങ്കിപ്പനി പരത്തുന്ന കൊതുകുകളും കൂത്താടികളും എല്ലാം ഉണ്ടാവുക. അപ്പോൾ അത് മറച്ചു കളയുക. അതിന് വളരെ എഫക്റ്റീവായിട്ട് നമ്മുടെ സർക്കാർ തന്നെ പറയുന്ന ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ ഡ്രൈ ഡേ ആയി ആചരിക്കുക. ഡ്രൈ ഡേ എന്ന് പറഞ്ഞാൽ നമ്മളുടെ വീടിന് ചുറ്റും പരിസരങ്ങളിലും എല്ലാം ഇതുപോലെ ചെറിയ വെള്ളക്കെട്ടുകൾ ഉണ്ടാകുന്ന സാധനങ്ങൾ, ഇതിലുള്ള വെള്ളമെല്ലാം നമ്മൾ മറച്ചു കളയുക. ആഴ്ചയിൽ ഒരിക്കൽ ഇങ്ങനെ ചെയ്താൽ തന്നെ ഇതിന്റെ ഒരു കൊതുകിനെ പെറ്റുപെരുകി അത് വളർന്ന് മുഴുവൻ രീതിയിൽ ആവാനുള്ള സമയം കിട്ടുന്നില്ല. അപ്പോൾ ഒരു ദിവസം മേ ബി നമ്മൾ കുട്ടികൾക്കും വീട്ടിലെ കുട്ടികൾക്കെല്ലാം അവധിയുള്ള ഒരു ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച നമ്മൾ ഇതുപോലെ ഡ്രൈ ഡേ ആയിട്ട് ആചരിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ ഡെങ്കിപ്പനി അതുപോലെ ചിക്കൻ ഗുനിയ പോലുള്ള പനികൾ നമുക്ക് പൂർണ്ണമായും പ്രതിരോധിക്കാനാവുന്നതാണ്. ഇതുപോലെ തന്നെയാണ് ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിലും. പലപ്പോഴും ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടുവരുന്നത് മഞ്ഞപ്പിത്തം ഈ കഴിഞ്ഞ 1-2 വർഷമായിട്ട് കേരളത്തിൽ വളരെയധികം കാണപ്പെടുന്ന ഒന്നാണ് ഹെപ്പറ്റൈറ്റിസ് എ. അത് പ്രധാനമായും ഭക്ഷണത്തിലൂടെയാണ് വരുന്നത്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള വൈറൽ ഹെപ്പറ്റൈറ്റിസ് അഥവാ ഹെപ്പറ്റൈറ്റിസ് എ വരുമ്പോൾ രോഗികൾക്ക് ഒരു വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് 3-4 പേർക്ക് ഈ അസുഖം വരുന്നതായിട്ട് നമ്മൾ സാധാരണ കാണാറുണ്ട്. അപ്പോൾ ഇവരെല്ലാം വെള്ളം ഒരേ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഇത്തരത്തിലുള്ള വെള്ളം ഉപയോഗിക്കുമ്പോൾ അത് കൃത്യമായി തിളപ്പിച്ചാറി ഉപയോഗിക്കുന്നില്ല. മറ്റൊന്ന്, പലർക്കും നമ്മുടെ നാട്ടിലുള്ള ശുചിത്വത്തിന്റെ ഒരു അവയർനെസിന്റെ കുറവാണോ എന്നറിയില്ല. പലപ്പോഴും നമ്മൾ ബാത്റൂം ഒക്കെ യൂസ് ചെയ്ത ശേഷം സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകുന്ന ഒരു ശീലം പലപ്പോഴും നമ്മൾ പലർക്കും ഉണ്ടാകാറില്ല. ഇതുകൂടാതെ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യം, ഈ അണുക്കളെല്ലാം സ്പ്രെഡ് ചെയ്യാനുള്ള പരക്കാനുള്ള മറ്റൊരു കാര്യം, ഇപ്പോൾ നമ്മൾ ബാത്റൂം ഉപയോഗിച്ച് കഴിഞ്ഞ് ഫ്ലഷ് അടിക്കുന്നു. അപ്പൊ ഫ്ലഷ് അടിച്ചു കഴിയുമ്പോൾ നമ്മൾ അതിന്റെ കൊമോഡിന്റെ അടപ്പ് അടച്ചു വെച്ച് അടയ്ക്കുകയാണെങ്കിൽ അതുവഴിക്ക് വായുവിലേക്ക് ഇത്തരത്തിലുള്ള അണുക്കൾ പരക്കുന്നത് നമുക്ക് ഒരു പരിധി വരെ പ്രിവെന്റ് ചെയ്യാനാവും. പലരും കൊമോഡ് തുറന്നു വെച്ച് തന്നെയാണ് ഫ്ലഷുകളെല്ലാം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു പബ്ലിക് ബാത്റൂമിലെല്ലാം നമ്മൾ ഇത്തരം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിലുള്ള മാലിന്യങ്ങളും ഈ വായുവിലൂടെയും മറ്റും എല്ലാം ഇത്തരത്തിലുള്ള അണുക്കൾ കൂടുതൽ ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനാവും. നേരത്തെ പറഞ്ഞ ഈ റെസ്പിറേറ്ററി വൈറസുകൾ, അതായത് ഇൻഫ്ലുവൻസ പോലെയുള്ള വൈറസുകൾക്ക് വാക്സിനുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അത്തരം വാക്സിനുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരു 50-60% വരെയാണ് ഇത്തരത്തിലുള്ള വാക്സിനുകളുടെ നിലവിൽ ഒരു പ്രൊട്ടക്ഷൻ തരുന്നത്. എങ്കിലും അത്രത്തോളം സിവിയർ ആയിട്ടുള്ള അസുഖം നമുക്ക് ഒരു പരിധി വരെ പ്രതിരോധിക്കാൻ സാധിക്കുന്നതാണ്. ഡോക്ടർ, നമ്മളിപ്പോൾ പറഞ്ഞ ഈ എലിപ്പനി, ഡെങ്കിപ്പനി, ഫ്ലൂ അതുപോലുള്ള പനികൾ ഒഴിച്ചു നോക്കുകയാണെങ്കിൽ മറ്റു പനികളെ കുറിച്ച് കൂടി അറിയേണ്ടതുണ്ട്. എങ്ങനെയാണ് ഈ മറ്റുള്ള പനികൾ പടരുന്നത്? അവയെ പ്രതിരോധിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഞാൻ ഇപ്പൊ ഇതുവരെ പറഞ്ഞത് കേരളത്തിൽ വളരെ സാധാരണമായിട്ട് കണ്ടുവരുന്ന പനികളാണ്. ഇതുകൂടാതെ നമ്മളുടെ ഒരു ഡാറ്റ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് പകർച്ചപ്പനികളായി മറ്റു വരുന്ന ഒരു പനി ടൈഫോയിഡ് പനിയാണ്. ടൈഫോയിഡ് പനി സാധാരണഗതിയിൽ നമുക്ക് നമ്മുടെ ഒരു ഭാഗ്യം എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒരുപാട് രോഗികൾ നമുക്ക് കേരളത്തിനകത്ത് നിന്ന് ടൈഫോയിഡായി വരുന്നവർ കുറവാണ്. അതേസമയം കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയി കഴിയുമ്പോൾ ഇത് ഭക്ഷണത്തിലൂടെ തന്നെ പകരുന്ന ഒരു രോഗമാണ്. എങ്കിലും കേരളത്തിനകത്ത് ഒരു പരിധി വരെ നമ്മൾക്ക് അതിന്റെ അണുക്കൾ കുറച്ച് അത്തരത്തിലുള്ള ഇൻഫെക്ഷൻ കുറച്ച് കുറവായതുകൊണ്ട് ടൈഫോയിഡ് പനി ഒരു പരിധി വരെ കേരളത്തിൽ കുറവാണ് എന്ന് പറയാം. എങ്കിലും നമ്മൾ ഇക്കാര്യത്തിന് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും നമ്മുടെ ഈ ശീലങ്ങൾ നമ്മൾ കൃത്യമായി പാലിക്കുക. കൈ വൃത്തിയായി കഴുകുക, നല്ല വെള്ളം ഉപയോഗിച്ച് കുക്ക് ചെയ്ത ഭക്ഷണം മാത്രം കഴിക്കുക. ഇങ്ങനെ ടൈഫോയിഡ് പനി പ്രതിരോധിക്കാനാവും. മറ്റൊന്ന്, ഈ അടുത്ത 2021-22 കാലഘട്ടത്തിൽ കേരളത്തിൽ വന്ന മറ്റൊരു വൈറസാണ് സിക്ക വൈറസ്. സിക്ക വൈറസ് അഗൈൻ കൊതുക് തന്നെ, ഡെങ്കിപ്പനി പരത്തുന്ന കൊതുകുകൾ തന്നെയാണ് സിക്ക വൈറസും പരത്തുന്നത്, സിക്ക വൈറസ് ഇൻഫെക്ഷൻ വരുത്തുന്നത്. അപ്പോൾ അതും കൊതുകുകളെ ഒരു പരിധിവരെ തടയുന്നത് കൊണ്ട് നമുക്ക് ഈ ഇൻഫെക്ഷനെയും പ്രതിരോധിക്കാനാവും. മറ്റ് കേരളത്തിൽ ഇപ്പോൾ നമുക്ക് പകർച്ചപ്പനി എന്ന് പറയാൻ ഒരു പരിധി വരെ പറയാവുന്ന ഒന്നാണ് നമുക്ക് വെസ്റ്റ് നൈൽ വൈറസ്, അതല്ലെങ്കിൽ ജപ്പാൻ ജ്വരം. ഇതെല്ലാം മസ്തിഷ്ക ജ്വരങ്ങളാണ്. അതായത് നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്ന തരത്തിലുള്ള പനികൾ വളരെ സിവിയർ ആയ രീതിയിൽ മനുഷ്യരെ ബാധിക്കാറുണ്ട്. പക്ഷെ ഇതിന്റെ കാരണം നമ്മൾ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്യൂലെക്സ് മോസ്കിറ്റോ, ഇതും കൊതുക് പരത്തുന്നതാണ്. അപ്പോൾ ആലോചിച്ച് നോക്കിയാൽ ഇതിന്റെ ഒരു വ്യാപ്തി ഭയങ്കരമാണ്. കാരണം
ഒരു കൊതുകുകടി കിട്ടുന്നതിലൂടെ ഒരാൾക്ക് മസ്തിഷ്ക ജ്വരം വരികയും മസ്തിഷ്ക ജ്വരത്തിന്റെ ഒരു സീരിയസ് ആയിട്ടുള്ള അവസ്ഥകളിലോട്ടോ മറ്റോ പോകുമ്പോൾ ജനങ്ങൾക്ക് ആ, ഓർമ്മ നശിച്ചു പോകാനും അതല്ലെങ്കിൽ ശരീരത്തിന് പെർമനന്റ് ആയിട്ടുള്ള ഡാമേജുകൾ വരാനും ഒക്കെയുള്ള സാധ്യതകൾ നമ്മൾ സാധാരണ കാണാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കൊതുക് നിർമ്മാർജ്ജനം തന്നെയാണ് ഇതിനുള്ള മറ്റൊരു വഴി. ഇതുകൂടാതെ ഈ അടുത്ത് ഒരു പകർച്ചപ്പനിയായി ഈ കഴിഞ്ഞ കുറച്ച് 3-4 വർഷങ്ങളായി കേരളത്തിൽ അഞ്ചാം പനി അഥവാ മീസിൽസ് എന്ന അസുഖം കൂടുതലായി കണ്ടുവരുന്നുണ്ട്. അത് സാധാരണയായി കാണുന്ന ഒരു 20-25 വയസ്സായ യുവാക്കളിലും യുവതികളിലുമാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ മീസിൽസിന് നമ്മൾ വാക്സിൻ എടുക്കുന്നതാണ്. 9 മാസത്തിലും അതുപോലെ 15 മാസത്തിലും ചെറിയ കുട്ടികൾക്ക് നമ്മൾ വാക്സിൻ നൽകാറുണ്ട്. പക്ഷെ കാലക്രമേണ ഈ വാക്സിന്റെ ഒരു പ്രതിരോധ ശക്തി കുറഞ്ഞു വരുന്നതായിട്ടാണ് പലപ്പോഴും കാണുന്നത്. അപ്പോൾ മേ ബി ഒരു കോളേജിൽ ചേരുന്ന കാലത്തോ മറ്റോ മീസിൽസിന് പ്രതിരോധിക്കാനായിട്ട് ഒരു എക്സ്ട്രാ ബൂസ്റ്റർ ഡോസ് കുത്തിവയ്പ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മീസിൽസ് ഈ അഞ്ചാം പനിയെ പ്രതിരോധിക്കാനായിട്ട് സാധിക്കും. അതുപോലെ അഞ്ചാം പനി പരക്കുന്നതും വായുവിലൂടെ പരക്കുന്ന ഒരു അസുഖമാണ്. അപ്പോൾ ഒരു വളരെ ഒരുപാട് ജനങ്ങളുള്ള ഒരു സ്ഥലത്ത് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ കോവിഡ് കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന പോലെ മാസ്ക് ധരിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഡോക്ടർ, നമ്മോടൊപ്പം ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. കോഴിക്കോട് നിന്നും സുരേന്ദ്രനാണ്. സുരേന്ദ്രൻ ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, നമസ്കാരം. ചോദിച്ചോളൂ, കേൾക്കുന്നുണ്ട്. സാറേ, എനിക്ക് ഒരു പനി വന്നിരുന്നു. ഒരു 2 ആഴ്ചയായി പനി വന്നിട്ട്. അപ്പോ പനി വന്ന് പനി അങ്ങോട്ട് ഭയങ്കരമായിട്ട് വന്നു. അപ്പോ ഞാൻ അന്ന് രാത്രി വീണുപോയി. പനി വന്നിട്ട് ഞാൻ വീണുപോയി. ഈ പനിയൊക്കെ ഇപ്പൊ മാറി. ഇപ്പൊ എനിക്ക് വാരിയലിന്റെ അവിടെ നിന്നും നെഞ്ചിന്റെ അവിടെ നിന്ന് വേദന വരുന്നു. അപ്പൊ ഞാൻ എക്സ്റേ പോയി എടുത്തു. എക്സ്റേ ഒക്കെ എടുത്തു, ECG ഒക്കെ എടുത്തു നോക്കി. അതിലൊന്നും ഒരു കുഴപ്പമില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞതിനോട് കുഴപ്പമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. എനിക്ക് ഈ വേദന അങ്ങോട്ട് വിടുന്നില്ല. അപ്പൊ ഈ വാരിയലിന്റെ നെഞ്ചിന്റെ ആട് അത് മറ്റേ കോസ്റ്റോകോറോസ് ഭാഗത്താണോ? കോസ്റ്റോകോൺഡ്രൈറ്റിസ് എന്ന ഞാനിങ്ങനെ ഫോണിൽ കണ്ടിരുന്നേ. ഓക്കെ. സാധാരണ നമുക്ക് ഇത്തരത്തിലുള്ള വൈറൽ പനികളോ മറ്റോ ബാധിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ പറഞ്ഞു കേട്ടിടത്തോളം അതൊരു വൈറൽ പനി ബാധിച്ചതുപോലുള്ള ലക്ഷണങ്ങൾ പോലെയാണ് പറഞ്ഞത്. അപ്പോൾ വൈറൽ പനി ബാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വൈറസ് കഴിഞ്ഞുള്ള ആ ക്ഷീണം, പോസ്റ്റ് വൈറൽ ഫെറ്റീഗ്, അതുപോലെ ശരീരവേദനയൊക്കെ ചില രോഗികളിൽ ഒരു 2 മുതൽ 3 ആഴ്ച വരെയൊക്കെ നിലനിന്ന് പോവാറുണ്ട്. അപ്പോൾ അതൊരു കാര്യം. ഇപ്പോ പ്രേക്ഷകൻ പറഞ്ഞതുപോലെ താഴെ വീണ ശേഷം വന്നിട്ടുള്ള വേദനയാവുമ്പോൾ നമുക്ക് സാധാരണ മസിലുകളിലും നെഞ്ചിലുള്ള മസിലുകളിലും ഒക്കെ വന്നിട്ടുള്ള നീർക്കെട്ട് കാരണമുള്ള വേദനയാവാനാണ് സാധ്യത. അത് സാധാരണ നമുക്ക് മനസ്സിലാകുന്ന ഏതെങ്കിലും 1-2 ഭാഗത്ത് നമ്മൾ അമർത്തി കഴിയുമ്പോൾ ആ ഭാഗങ്ങളിൽ മാത്രം വേദന കൂടുതലായി കാണുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും കോസ്റ്റോകോൺഡ്രൈറ്റിസ് പോലുള്ള അവസ്ഥയാവാനാണ് സാധ്യത. അപ്പോൾ അങ്ങനെയുള്ളതിന് നമ്മൾ സാധാരണ പാരസിറ്റമോളോ അതോ മറ്റ് ചില 1-2 ഡോക്ടറുടെ ഉപദേശത്തോടു കൂടി ഏതെങ്കിലും ഒരു പെയിൻ കില്ലർ 1-2 ദിവസത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മാറിപ്പോകേണ്ടതാണ്. അതല്ലാതെ അതൊരു പ്രത്യേക തരം ഇൻഫെക്ഷനോ മറ്റൊരു പനിയോ ആയിട്ട് നമുക്ക് തോന്നുന്നില്ല ഇത്. അപ്പോൾ ഇത് എന്തെങ്കിലും ഒരു പെയിൻ കില്ലറോ മറ്റോ എടുത്തു കഴിഞ്ഞാൽ മാറാവുന്ന ഒരു ബുദ്ധിമുട്ട് പോലെ തന്നെ തോന്നുന്നുള്ളൂ. കോസ്റ്റോകോൺഡ്രൈറ്റിസ് ആവാനും പ്രേക്ഷകൻ ചോദിച്ച പോലെ അതാവാനുള്ള സാധ്യതകളുണ്ട്. പ്രേക്ഷകനെ വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ, മുമ്പേ നമ്മൾ പറഞ്ഞു വെച്ചത് പൊതുവെ കാണുന്ന പനികളെ കുറിച്ചാണ്. ഇത്തരത്തിലുള്ള പനികൾ വന്നാൽ എടുക്കേണ്ട കരുതൽ എന്തെല്ലാമാണ്? പനികൾ വന്നാൽ നമ്മൾ എല്ലാ ഇന്റർവ്യൂകളിലും അതുപോലെ എല്ലാ തരം പാംഫ്ലെറ്റുകളിലും ആരോഗ്യവകുപ്പിന്റെ എല്ലാത്തരം ഡയറക്റ്റീവ്സിലും നമ്മൾ പറയുന്ന പോലെ പനി സ്വയം ചികിത്സ പരമാവധി ഒഴിവാക്കുക എന്നാണ് പറയുന്നത്. കാരണം സ്വയം ചികിത്സയിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്കിപ്പോൾ ഒരു ചെറിയ പനിയായിട്ട് തന്നെയാണ് മസ്തിഷ്ക ജ്വരം പോലുള്ള പനികളും എല്ലാത്തരം പനികളും അങ്ങനെ തന്നെയാണ് തുടങ്ങുന്നത്. അപ്പോൾ സാധാരണ ജനങ്ങൾ ചെയ്യുന്ന പോലെ ഇപ്പൊ പാരസിറ്റമോൾ എന്ന് പറയുന്ന മരുന്ന് ഒരു ഓവർ ദ കൗണ്ടർ മരുന്നാണ്. അതായത് നമ്മൾ ഏത് കടയിൽ പോയി ചോദിച്ചാലും നമുക്ക് പാരസിറ്റമോൾ തരാൻ അവർ ബാധ്യസ്ഥരാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോ നമുക്കൊരു ഡെങ്കിപ്പനിയെ ഒരു ഉദാഹരണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഏത് പനിക്കും അതിൻ്റെതായിട്ടുള്ള കുറച്ച് വാണിംഗ് സൈൻസ് എന്ന് പറയുന്ന ലക്ഷണങ്ങളുണ്ട്. ഇപ്പോൾ ഡെങ്കിപ്പനിയാണെങ്കിൽ നമുക്ക് കടുത്ത പനി, തലവേദന, കണ്ണിന് പിന്നിൽ ശക്തിയായ വേദന, ഇതൊക്കെയാണ് സാധാരണ ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ. ഈ ഡെങ്കിപ്പനി സീരിയസ് ആയി കഴിയുന്ന അവസ്ഥയിൽ ചിലപ്പോൾ നമ്മളുടെ മൂത്രത്തിന്റെ അളവ് കുറയുക, അതല്ലെങ്കിൽ നമുക്ക് മഞ്ഞപ്പിത്തം പോലുള്ള അവസ്ഥയിലേക്ക് പോവുക, BP, ബ്ലഡ് പ്രഷർ ക്രമാതീതമായി കുറയുക മുതലായ കാര്യങ്ങൾ ഡെങ്കിപ്പനിയിൽ നമ്മൾ സാധാരണ കാണാറുണ്ട്. എലിപ്പനിയുടെ പ്രധാനമായിട്ട് നമുക്ക് എലിപ്പനി പോലുള്ളതിന്റെ പ്രധാന ലക്ഷണങ്ങൾ
ഒന്ന് പനിയോടൊപ്പം തന്നെ കണ്ണ് ചിലപ്പോൾ ചുമന്ന നിറത്തിലാവും, അതല്ലെങ്കിൽ മഞ്ഞപ്പിത്തം പോലുള്ള ലക്ഷണങ്ങൾ എലിപ്പനിയിൽ കാണാറുണ്ട്. ഇതുകൂടാതെ നമ്മളുടെ കാലിന്റെ പിൻഭാഗത്തായി അതിശക്തമായ വേദനയും കാഫ് മസിലുകളിൽ ശക്തമായ വേദനയും നമ്മൾ കാണാറുണ്ട് എലിപ്പനി. അപ്പോൾ ഇത്തരം ലക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു സീരിയസ് ആയിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ കിഡ്നിയെ ബാധിക്കുകയും അതുപോലെ ശ്വാസകോശത്തെ ബാധിക്കുന്നതുമാണ്. അത് കിഡ്നിയെ ബാധിക്കുന്നത് നമുക്ക് സാധാരണ മനസ്സിലാവാൻ പറ്റും. വരുന്ന മൂത്രത്തിന്റെ അളവ് കുറയുക, ശ്വാസകോശത്തെ ബാധിക്കുന്ന നമുക്ക് ശ്വാസം മുട്ടൽ പോലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവുക. അപ്പോൾ ആർക്ക് ഏതെങ്കിലും ഒരു തരം പനി വന്ന ശേഷം നമ്മുടെ ഓർമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നുക, അതായത് നമുക്ക് കൃത്യമായി ചിന്തിക്കാൻ പറ്റാത്ത പോലുള്ള ഒരു അവസ്ഥ വരിക, അതല്ലെങ്കിൽ അപസ്മാരം പോലുള്ള ലക്ഷണങ്ങൾ വരിക, ഇതുകൂടാതെ നമ്മളുടെ സാധാരണയിലും വളരെ അധികമായി മൂത്രത്തിന്റെ അളവ് കുറയുക, ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്, ഇത്തരം ലക്ഷണങ്ങൾ വന്നാൽ അടിയന്തരമായി വൈദ്യസഹായം തേടേണ്ടതാണ്. നമ്മൾ ഇതെല്ലാം പാരസെറ്റമോൾ മാത്രം മാറും എന്ന് വിചാരിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള തരം പനികളിലേക്ക് മാറാറുണ്ട്. ഈ ഇൻഫ്ലുവൻസ, ഫ്ലൂ പോലുള്ള പനികളായി കഴിഞ്ഞാലും സാധാരണ അതിന്റെ ലക്ഷണം നമുക്ക് മൂക്കൊലിപ്പ്, തൊണ്ടവേദന മുതലായ ലക്ഷണങ്ങൾ വെച്ചാണ് ഇത്തരം പനികൾ തുടങ്ങുന്നത്. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ഇത്തരം വൈറസുകൾ വളരെ വേഗത്തിൽ സ്പ്രെഡ് ചെയ്യുന്നതാണ്, നമ്മുടെ ശ്വാസകോശത്തിനെയൊക്കെ വളരെ വേഗത്തിൽ ബാധിക്കുന്നതാണ്. 1-2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കടുത്ത രീതിയിലുള്ള ശ്വാസം മുട്ടൽ പോലെയുള്ള ലക്ഷണങ്ങൾ വരാറുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ആര് ആണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ്, അതായത് പ്രതിരോധ ശക്തി കുറവുള്ളവർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ക്യാൻസർ രോഗികൾ, അതുപോലെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ശേഷം അതിനു വേണ്ട മരുന്നുകൾ കഴിക്കുന്നവർ, സ്റ്റിറോയിഡ് മരുന്നുകൾ കഴിക്കുന്നവർ, അതുപോലെ സിവിയർ ആയിട്ടുള്ള ലിവർ ഡിസീസ്, ലിവറിന്റെ അസുഖങ്ങൾ, അതുപോലെ കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, ഇതെല്ലാം ഉള്ളവർ, വിരക്ത രോഗികൾ, ഡയാലിസിസ് രോഗികൾ, ഇവരെല്ലാം ഇത്തരത്തിലുള്ള ചെറിയ പനികൾ വന്നു കഴിഞ്ഞാലും അടിയന്തരമായി വൈദ്യസഹായം തേടുക. മറ്റുള്ളവരും നമുക്ക് സാധാരണ വൈറൽ പനികളെല്ലാം ഒരു 48 മുതൽ 72 മണിക്കൂർ വരെ അതിന്റെ ഒരു പാരമ്യത്തിലെത്തി പിന്നെ കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണാറുള്ളത്. 5 ഡോക്ടർ, നമ്മോടൊപ്പം ഞാനൊന്ന് ഇടപെടുകയാണ്. നമ്മോടൊപ്പം ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. ചങ്ങനാശ്ശേരിയിൽ നിന്നും ശാന്തിയാണ്. ശാന്തി, ഡോക്ടറോട് ചോദിച്ചോളൂ. തീർച്ചയായും ഡോക്ടർ, 2 ആഴ്ചയായി പനിയായിട്ട്, പക്ഷെങ്കിൽ ആഹാരം ഒന്നും കഴിക്കാം എന്തെങ്കിലും വായിലോട്ട് വെക്കുന്ന ഉടനെ നമുക്ക് ശ്വാസം മുട്ടൽ പോലെ ആഹാരം കഴിക്കും. ഞങ്ങളുടെ കുടുംബത്തോട് എല്ലാരും പനിയായിട്ട് കിടക്കുക. അതെന്താ ഡോക്ടർ, എന്താ കാരണം? അത് 2 ആഴ്ചയായിട്ടുള്ള പനികളാകുമ്പോൾ ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന പോലെ നമ്മൾക്ക് തീർച്ചയായും അത് ഒരു ആശുപത്രിയിൽ, ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തോ അല്ലെങ്കിൽ ഒപിയിൽ കാണിച്ചോ നമുക്ക് പരിശോധിക്കേണ്ടി വരും തീർച്ചയായും. കാരണം ഉറപ്പായും 5 ദിവസത്തിന് മേലെ നിൽക്കുന്ന എല്ലാ പനികൾക്കും നമ്മൾ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യേണ്ടതായിട്ട് വരും, അതുപോലെ എക്സ്റേ എടുത്ത് നോക്കേണ്ടതായിട്ട് വരും. അപ്പോൾ വീട്ടിലെല്ലാവർക്കും വന്നിട്ടുണ്ടെങ്കിൽ സാധാരണഗതിയിൽ അത് കാണുന്ന വൈറൽ പനികളാണ്, ശ്വാസകോശത്തെ ബാധിക്കുന്ന തരത്തിലുള്ള വൈറൽ പനികളാണ് കാണാറുള്ളത്. എങ്കിലും ഇതിനെല്ലാം നമ്മൾ ബ്ലഡിന്റെ കൗണ്ടുകൾ, അതുപോലെ ലിവർ ഫങ്ഷൻ, കിഡ്നിയുടെ പ്രവർത്തനം, ഇതെല്ലാം പരിശോധിക്കുന്ന രക്തപരിശോധനകളും അതുകൂടാതെ എക്സ്റേ പോലുള്ള ടെസ്റ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കൃത്യമായി എന്ത് തരത്തിൽപ്പെട്ട പനി എന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. മറ്റെന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഡോക്ടർ, ഇത് എന്താന്നുള്ള ഇതായിരുന്നു. ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾക്ക് അങ്ങോട്ട് വരുന്നില്ല. ഞങ്ങൾ ഡോക്ടറെ സമീപിക്കുകയും നമ്മൾ ബ്ലഡ് ടെസ്റ്റ് പനി മാറിയിരുന്നോ? പനി ഇപ്പൊ ഇച്ചിരി വിട്ടുമാറി, പക്ഷെ ഭക്ഷണത്തോട് അങ്ങോട്ട് ഒരു ഇത് വരുന്നില്ല. ഇതുവരെ ആയിട്ട് അങ്ങോട്ടൊരു കണ്ണിന് മഞ്ഞപ്പിത്തം പോലുള്ള എന്തെങ്കിലും ലക്ഷണങ്ങളോ മറ്റോ ഉണ്ടായിരുന്നോ? ഒന്നുമില്ല, ഒരിതും ഇല്ല. ഈ ശ്വാസം ഭയങ്കര ചുമയാ, ശ്വാസം വിടാത്ത പോലെ ചുമ വരുക. ഓക്കെ, അപ്പോൾ ഏകദേശം നിങ്ങൾ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഇതൊരു വൈറൽ പനി, ശ്വാസകോശത്തെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു വൈറൽ പനി വന്ന ശേഷമുള്ള ക്ഷീണമാണ്. നമ്മൾ പോസ്റ്റ് വൈറൽ ഫെറ്റീഗ് എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. അപ്പോൾ ഈ ഒരു സെഷന്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്ന പോലെ നമുക്കതൊരു 2 മുതൽ 3 ആഴ്ച വരെയാണ് സാധാരണ അങ്ങനെ പോസ്റ്റ് വൈറൽ ഫെറ്റീഗ് പലപ്പോഴും നിൽക്കാറുള്ളത്. മറ്റെന്തെങ്കിലും അസുഖങ്ങളുള്ളവർക്ക്, അതായത് കിഡ്നി സംബന്ധമായിട്ടൊക്കെ അസുഖങ്ങളുള്ളവർക്ക് കുറച്ചു കാലം കൂടി അത് ഉണ്ടാവാറുണ്ട്. എങ്കിലും റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ച കൂടി വിശ്രമിച്ചു കഴിഞ്ഞാൽ മാറാവുന്ന രീതിയിലുള്ള ലക്ഷണങ്ങൾ പോലെയാണ് നിങ്ങൾ പറഞ്ഞത് വെച്ചിട്ട് മനസ്സിലായത്. ശരി, പ്രേക്ഷകയ്ക്ക് വ്യക്തമായെന്ന് കരുതുന്നു.
അതുപോലെ തന്നെ ഡോക്ടർ, നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന ആഹാരവും മറ്റ് പാനീയങ്ങളും എല്ലാം കഴിക്കുമ്പോൾ എന്തെല്ലാം കരുതലെടുക്കണം? ഈ നമ്മളുടെ ഭക്ഷണക്രമം വഴിയും അതുപോലെ തന്നെ കുടിവെള്ളം വഴിയുമൊക്കെ ഇത്തരത്തിലുള്ള പനി ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണോ? അതെ, ഇത് വളരെ കൂടുതലാണ്. വളരെ റിലവന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചത്. പുറത്തു നിന്നുള്ള ഭക്ഷണം വഴിക്കാണ് നമുക്കിപ്പോ ഈ കഴിഞ്ഞ ഒരു 3 വർഷമായിട്ടാണ് കേരളത്തിൽ ഇത്രയധികം, നമ്മൾ ഡാറ്റ എടുത്ത് നോക്കിയാലും ഇത്രയധികമായിട്ട് മഞ്ഞപ്പിത്ത രോഗങ്ങൾ, അതായത് ഹെപ്പറ്റൈറ്റിസ് എ, ഇപ്പോ കുറച്ച് കേസുകൾ ഹെപ്പറ്റൈറ്റിസ് ഇയും ഇടയ്ക്ക് വരുന്നുണ്ട്. അപ്പൊ ഇത് തീർച്ചയായിട്ടും ഇത് ഭക്ഷണം വഴിക്കാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ മലയാളികളുടെ ഒരു ഭക്ഷ്യ സംസ്കാരം നോക്കിയാലും പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങൾ കൂടുതലായി കഴിക്കുക, പ്രത്യേകിച്ച് ഫ്രൈഡ് ആയിട്ടുള്ള സാധനങ്ങൾ കഴിക്കുക, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ശീലത്തിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ സർക്കാരിന്റെ തലങ്ങളിൽ നിന്ന് നോക്കിയാൽ അവർ ഇതിലൊരു സേഫ്റ്റി എൻഷുർ ചെയ്യാനായിട്ട് ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ ഫുഡ് ഹാൻഡ്ലേഴ്സ്, അതായത് അവിടെയൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അത്യാവശ്യം വേണ്ട വാക്സിനുകളും കാര്യങ്ങളും ഒക്കെ നൽകുന്നതായിട്ട് ഒക്കെ നിർബന്ധമാക്കി തുടങ്ങിയിട്ടുണ്ട്. എങ്കിൽ പോലും പലപ്പോഴും നമ്മൾക്ക് കാണുന്നത് ഇത്തരത്തിലുള്ള വാക്സിനുകളുടെ എല്ലാം ഒരു പ്രൊട്ടക്ഷൻ റേറ്റ് തന്നെ ഒരു 50 മുതൽ 60% വരെയൊക്കെ ഉള്ളൂ. അപ്പൊ ബാക്കി അസുഖം വരാനുള്ള സാധ്യതകൾ ഈ വാക്സിൻ എടുത്തവർക്ക് പോലുമുണ്ട്. അപ്പോൾ ഭക്ഷണം പലപ്പോഴും ചിലയിടത്ത് വേണ്ട രീതിയിൽ തിളപ്പിക്കാത്ത രീതിയിലുള്ള ഭക്ഷണം, വളരെ പച്ചയായി കഴിക്കുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങളിൽ നിന്ന് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഇൻഫെക്ഷൻ ഇതിൽ നമുക്ക് അണുബാധ വരാനായിട്ട് ഇത് വെജിറ്റേറിയൻ ഫുഡാണോ അതോ നോൺ വെജിറ്റേറിയൻ ഫുഡാണോ എന്ന് വലിയ വ്യത്യാസമൊന്നുമില്ല. പലരും പറയും ഓക്കെ, നോൺ വെജിറ്റേറിയൻ കഴിച്ചാൽ ഇൻഫെക്ഷൻ കൂടുതലായിട്ട് വരും, വെജിറ്റേറിയൻ കഴിച്ചാൽ വരില്ല. എന്നാൽ അങ്ങനെയൊന്നുമില്ല. കാരണം പലപ്പോഴും ഒരുപാട് പ്യുവർ വെജിറ്റേറിയൻസിനും ഒരുപാട് തരത്തിലുള്ള ഭക്ഷ്യവിഷബാധയൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഹോട്ടലിൽ നിന്നുള്ള ഭക്ഷണം പലപ്പോഴും ഒഴിവാക്കാൻ പറഞ്ഞാൽ അതൊന്നും നമ്മളെ കൊണ്ട് പ്രാക്ടിക്കലായി നടക്കുന്ന കാര്യങ്ങളല്ല. ചെയ്യാവുന്നത് തീർച്ചയായിട്ടും തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിക്കുക. ഹോട്ടലുകളിൽ പോയി കഴിഞ്ഞാലും എപ്പോഴും ചൂടുവെള്ളത്തിനായിട്ട് ചോദിക്കുക. നല്ല രീതിയിൽ കുക്ക് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ ഷവർമ പോലുള്ളതിൽ ഒരുപാട് കുക്ക് ചെയ്ത സാധനങ്ങളുണ്ട്, അതുപോലെ പച്ചയായിട്ടുള്ള സാധനങ്ങൾ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഹൈജീനിക് ആയിട്ടുള്ള രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന ഭക്ഷണങ്ങൾ പരമാവധി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് 1-2 കാര്യങ്ങൾക്ക്, ഇപ്പോൾ ടൈഫോയിഡ് അതുപോലെ ഹെപ്പറ്റൈറ്റിസ് എക്ക് എല്ലാം വാക്സിനുകൾ അവൈലബിൾ ആണ്. വാക്സിനുകളുടെ ശരി ഡോക്ടർ, ഞാൻ ഒന്നും കൂടി ഇടപെടുകയാണ്. നമ്മോടൊപ്പം ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. വയനാട് നിന്ന് മൊയ്തു ആണ്. മൊയ്തു, ഡോക്ടറിനോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. നമസ്കാരം, ചോദിച്ചോളൂ. ഹലോ, നമസ്കാരം. ചോദിച്ചോളൂ. ഞങ്ങൾക്ക് വീട്ടിലെല്ലാവർക്കും പനി വന്നിരുന്നു. പനിയൊക്കെ മാറി, പക്ഷെ ചുമ മാറി കിട്ടുന്നില്ല. ഇങ്ങനെ കുത്തിയുള്ള ചുമ. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറൊക്കെ കാണിച്ചാണ്. എനിക്കും ഭാര്യക്കും കുട്ടികൾക്കൊക്കെ വന്നതാ. അപ്പൊ ചുമ മാറി കിട്ടുന്നില്ല, കുത്തിയുള്ള. വയനാട്ടിൽ നിന്നാ വിളിക്കുന്നത്. ഓക്കെ, ഇപ്പൊ മനസ്സിലായി. നമസ്കാരം മൊയ്തു. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ചുമകൾ, അതായത് നമുക്ക് സാധാരണയായിട്ട് ഇത് ഏറ്റവും സാധാരണയായി കാണുന്നത് ഇൻഫ്ലുവൻസ, ഫ്ലൂ, പിന്നെ അതുപോലെ കോവിഡ് മുതലായ അസുഖങ്ങൾ വന്നു കഴിയുമ്പോൾ അതിനുശേഷം നമ്മൾ പോസ്റ്റ് വൈറൽ കോഫ് എന്ന് പറയും. അത് 1 മാസം മുതൽ 2 മാസം വരെയൊക്കെ പലരും കാണാറുണ്ട്. ചിലർക്ക് അതിനേക്കാൾ നീണ്ടു പോകാറുണ്ട്. അതൊരു തരം അലർജി ചുമ പോലെയുള്ള ഒരു അവസ്ഥയിലേക്ക് പലപ്പോഴും പോയി ഒന്നായിട്ട് കാണാറുണ്ട്. അത് പ്രത്യേകമായിട്ട് അത് ഒരു വൈറസിന് മാത്രമല്ല, നമ്മുടെ ശ്വാസകോശത്തിൻ്റെതായിട്ടുള്ള ചില പ്രത്യേകതകൾ കൊണ്ടുകൂടിയാണ് ഇത്തരത്തിലുള്ള പോസ്റ്റ് വൈറൽ കോഫ്, ചുമ ഒരുപാട് നാൾ നീണ്ടു നിൽക്കുന്നത്. അതിന് ആ ചുമ ഒരു പരിധിക്ക് അപ്പുറം പോയി കഴിഞ്ഞാൽ, അതായത് ഒരു 3 ആഴ്ചക്ക് മേലെ പോയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഈ ചുമയ്ക്ക് വേണ്ടി തന്നെ ഡോക്ടറെ കാണുകയും ചില രോഗികളെങ്കിലും നമുക്ക് ഇൻഹേലർ പോലുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങേണ്ടി വരികയും ചെയ്യാറുണ്ട്. അതിന് കൃത്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഡോക്ടർ, നെഞ്ചിന്റെ ഡോക്ടറുടെ രീതിയിലുള്ള ഒരു അസസ്മെന്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അത് ഇതിനൊരു ഇൻഹേലർ ആവശ്യമുള്ളതാണോ അതോ കുറച്ച് ദിവസത്തെ ഗുളികൾ മാത്രം മതിയോ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. മൊയ്തു പ്രേക്ഷകൻ പറഞ്ഞത് പോസ്റ്റ് വൈറൽ കഫ് എന്നുള്ള അവസ്ഥയാണ്. ഇതൊരു സീരിയസ് ആയിട്ടുള്ള അവസ്ഥയൊന്നുമല്ല, എങ്കിലും നമുക്ക് കൃത്യമായ ചികിത്സ വേണ്ട ഒരു അവസ്ഥയാണ്. പ്രേക്ഷകന് വ്യക്തമായി കരുതുന്നു ഡോക്ടർ. അതുപോലെ തന്നെ ഈ പ്രതിരോധ ശേഷി, പകർച്ചവ്യാധികളിൽ നിന്നൊക്കെയുള്ള ഈ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായി ഇപ്പൊ നമുക്ക് മാർക്കറ്റിലൊക്കെ ഒരുപാട് ഫുഡ് സപ്ലിമെന്റ്സ്, അതുപോലെ വിറ്റാമിനുകൾ, ഇങ്ങനെയൊക്കെ ഉള്ളത് പല കാര്യങ്ങളും അവൈലബിൾ ആണ്. എങ്കിലും ഇതൊന്നും ഒരു പരിധിക്കപ്പുറം നമ്മളുടെ ഒരു രോഗപ്രതിരോധ ശക്തി ഒന്നും വർദ്ധിപ്പിക്കുന്നില്ല. നമ്മൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ, നമ്മളെപ്പോഴും ഗുഡ് ന്യൂട്രീഷൻ അങ്ങനെയാണ് നമ്മൾ പറയുക. അപ്പോൾ
നല്ല രീതിയിലുള്ള ഭക്ഷണം കഴിച്ച് നമ്മൾ ആരോഗ്യപരമായി ഇരിക്കുക, ഹെൽത്തി ആയിട്ട് ഇരിക്കുക. അതായത് നമ്മളുടെ ഒരു നോർമൽ ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുള്ള ഏത് ഭക്ഷണവും നമുക്ക് കഴിക്കാവുന്നതാണ്. അത് വെജിറ്റേറിയൻ ഭക്ഷണമോ നോൺ വെജിറ്റേറിയൻ ഭക്ഷണമോ ആവാം. അതുപോലെ ഉപയോഗിക്കുന്ന ഭക്ഷണങ്ങൾ എപ്പോഴും ക്ലീൻ ആയിട്ട്, ഇപ്പൊ പച്ചക്കറികളൊക്കെ കടയിൽ നിന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ച് അതിനുശേഷം കഴുകി വൃത്തിയായിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. അതിപ്പോൾ കറി വെക്കാനായി കഴിഞ്ഞാലും പല പച്ചക്കറികളും നമ്മൾ വെറുതെ കഴിക്കുന്ന, ഇപ്പോൾ വെള്ളരിക്ക പോലുള്ള സാലഡുകളിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ വെറുതെ കഴിക്കുന്നതാണ്. പക്ഷെ ഇതെല്ലാം കൃത്യമായി നമ്മൾ കഴുകി വൃത്തിയാക്കിയ ശേഷം വേണം ഇത്തരത്തിലുള്ള പച്ചക്കറികൾ ഉപയോഗിക്കാനായിട്ട്. ഭക്ഷ്യവിഷബാധ പ്രിവെന്റ് ചെയ്യാനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള 1-2 വാക്സിനുകൾ പരമാവധി എടുക്കാനായിട്ട് ശ്രമിക്കുക. വൈറൽ ഹെപ്പറ്റൈറ്റിസ്, മഞ്ഞ ഹെപ്പറ്റൈറ്റിസ് എക്കുള്ള കുത്തിവയ്പ്പും അതുപോലെ ടൈഫോയിഡിനുള്ള കുത്തിവയ്പ്പും എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. വയറിളക്ക രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ, ഇത് കേരളത്തിൽ വളരെ സാധാരണമായിട്ട് കാണുന്നതാണ് വയറിളക്ക രോഗങ്ങൾ. ഇത് ഭക്ഷണത്തിൽ നിന്ന് തന്നെ വരുന്നതാണ് മിക്കവാറും, പലതും വൈറസുകളായിരിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ളത് ഒരു വയറിളക്കം വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് വീട്ടിൽ നിന്ന് തന്നെ, കാരണം ഇപ്പോൾ വൈകുന്നേരം രോഗിക്ക് വയറിളക്ക രോഗം തുടങ്ങി കഴിഞ്ഞാൽ അന്ന് തന്നെ അവർ ആശുപത്രിയിൽ പോവില്ല. പക്ഷെ ഒരു 12 മുതൽ 18 മണിക്കൂർ വരെ ഈ അസുഖം തുടരുകയാണെങ്കിൽ ശരീരത്തിലെ ജലാംശം ധാരാളമായി നഷ്ടപ്പെടും. അപ്പോൾ തീർച്ചയായും എല്ലാവരും ആവശ്യത്തിന് വെള്ളം കുടിക്കുക. ദിവസം നമ്മളൊരു കണക്ക് പറയുകയാണെങ്കിൽ മിനിമം നമ്മൾ പോകുന്ന മൂത്രത്തിനേക്കാൾ ഒരു 500 മില്ലി എങ്കിലും നമ്മൾ കൂടുതൽ വെള്ളം കുടിക്കണമെന്നാണ് പറയുക. അത് ഒരു ദിവസം മിനിമം നമ്മൾ ഒരു 2 ലിറ്റർ എങ്കിലും വെള്ളം നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഡീഹൈഡ്രേഷൻ മൂലമുള്ള പല പ്രശ്നങ്ങളും നമുക്ക് പ്രതിരോധിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഡോക്ടർ, ഈ പകർച്ചപ്പനികളിൽ നിന്നും മറ്റ് രോഗങ്ങളിൽ നിന്നുമെല്ലാം നമ്മളെ ഒരു പരിധി വരെ രക്ഷിക്കാൻ വേണ്ടി ശുചിത്വം നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു ശുചിത്വം നമ്മൾ പാലിക്കേണ്ടത്? തീർച്ചയായിട്ടും ശുചിത്വ പാലനം തന്നെയാണ് നമുക്ക് പകർച്ചപ്പനികളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള പ്രധാന പോംവഴി. അപ്പോൾ ശുചിത്വം, പലതരത്തിലുള്ള ശുചിത്വങ്ങളുണ്ട്. ഇപ്പോൾ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അണുബാധ നമ്മൾ റെസ്പിറേറ്ററി ഹൈജീൻ എന്ന് പറയും. അതായത് ഒരാൾ ചുമയ്ക്കുമ്പോൾ പോലും ചുമയ്ക്കുമ്പോൾ നമുക്ക് പലതരത്തിൽ ചുമയ്ക്കാൻ പറ്റും. ഒന്നുകിൽ വെറുതെ ചുമയ്ക്കാം, അതല്ലെങ്കിൽ 2 കൈയും നമ്മളുടെ മുഖത്ത് പൊത്തിവെച്ചിട്ട് ചുമയ്ക്കാം, അതല്ലെങ്കിൽ നമ്മളുടെ ഷർട്ടിന്റെ കൈയിന്റെ ഭാഗം വെച്ചിട്ട് നമുക്ക് ചുമയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ നമുക്ക് റെക്കമെൻഡ് ആയിട്ട് മറ്റുള്ളവർക്ക് അസുഖം പരക്കാതിരിക്കാൻ, നമ്മൾ കോവിഡ് സമയത്തൊക്കെ കേട്ടിരുന്നു, നമ്മൾ ഒരിക്കലും ഉള്ളം കൈയിലോട്ട് ചുമക്കരുത്. അതല്ലെങ്കിൽ ഒന്നുകിൽ നമ്മളൊരു തൂവാല ഉപയോഗിക്കുക, അതല്ലെങ്കിൽ നമ്മളുടെ ഷർട്ടിന്റെ, നമ്മുടെ ഈ എൽബോ ഭാഗത്തൊക്കെ ആയിട്ട് ചുമക്കുക. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ മറ്റുള്ളവരിലേക്ക് ആ അസുഖം പരക്കാതിരിക്കാൻ ശ്രദ്ധിക്കും. മറ്റൊന്ന്, നമുക്ക് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഒരു അസുഖം ഉണ്ടെങ്കിൽ നമ്മളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ മാത്രം രക്ഷപ്പെടുക എന്നാവരുത്. അപ്പൊ മറ്റുള്ളവർക്ക് വളരെ എളുപ്പത്തിൽ ഈ അണുക്കളെല്ലാം വായുവിലൂടെ പകരും. നമുക്ക് ഒരു ചുമയും പനിയും ഉണ്ടെങ്കിൽ തീർച്ചയായും ആ ദിവസത്തേക്കെങ്കിലും മാസ്ക് ഉപയോഗിക്കാനായിട്ട് പരമാവധി ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് നമ്മളുടെ റെസ്പിറേറ്ററി രീതിയിലുള്ള, അതായത് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ശുചിത്വത്തിന്റെ പ്രധാന കാര്യങ്ങൾ. അതുപോലെ ഭക്ഷണ ശുചിത്വം ഞാൻ നേരത്തെ ഡോക്ടർ, സമയത്തിന്റെ പരിമിതി മൂലം ഞാനൊന്ന് ഇടപെടുകയാണ്. പകർച്ചപ്പനികളെ എങ്ങനെ നേരിടാം എന്നതിനെ കുറിച്ച് തന്നെയാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഇൻഫെഷ്യസ് ഡിസീസസ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നെറ്റോ മുണ്ടാടനാണ് നമുക്കൊപ്പം ചേർന്നത്. നന്ദി ഡോക്ടർ. ഇതോടുകൂടി ഹലോ ഡോക്ടറിന്റെ ഇന്നത്തെ സമയം പൂർണ്ണമാകുന്നു. നമസ്കാരം.